സ്വാഗതം ടെന്നീസ്. സാർ, നമ്മുടെ എല്ലാ ആളുകളുടെ ഒരു ആഗ്രഹമാണ് ഒരു വീട് വയ്ക്കണം അല്ലെങ്കിൽ ഒരു വീട് വാങ്ങണം എന്നുള്ളത്. അങ്ങനെയുള്ള ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വീട് വിലയ്ക്ക് വാങ്ങുന്നതാണോ നല്ലത്, അതല്ലെങ്കിൽ ഒരു സ്ഥലം എടുത്തിട്ട് വീട് വെക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം? ഇല്ല, ഇത് എന്താ അറിയോ, ചില ആൾക്കാരുടെ ജാതകം എടുക്കുന്ന സമയത്ത് അവർക്ക് വീട് വെക്കാനുള്ള യോഗം പലപ്പോഴും കാണാറില്ല. വയ്ക്കാൻ കാരണം വെച്ചാൽ അവർ എത്ര ശ്രമിച്ചാലും ചിലപ്പം ഒന്ന് കുറേ ബേസിക് സ്വഭാവമുള്ള ആൾക്കാരുണ്ടാകും. കാരണം ഇത്രയൊന്നും ടെൻഷൻ അടിക്കാനും മെനക്കെടാനും പണിയാനൊന്നും പോകാൻ വയ്യാത്ത ആൾക്കാരുണ്ടാവും. പിന്നെ അവർക്ക് അതിനുള്ളൊരു യോഗം കാണത്തില്ല, ഒരു വീട് സ്വന്തമായിട്ട് വെക്കാനൊന്നും. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ പല ജാതകം എടുക്കുന്ന സമയത്ത് അവർക്ക് സ്വന്തമായിട്ട് വല്ലവരും വെച്ചൊരു വീട് വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റും. അതിനുള്ള കാശുണ്ട്, കാശില്ലാത്തതുകൊണ്ടല്ല വീട് വെക്കാത്തത്. പക്ഷെ അവരെത്ര ശ്രമിച്ചാലും അറിയില്ല. എനിക്കറിയാവുന്ന പല ആൾക്കാരുണ്ട്. കാരണം എൻ്റെ അടുത്തൊക്കെ വന്നിട്ട് പ്ലാനൊക്കെ വരച്ചിട്ട് പോകും, പൈസയുണ്ട്, പക്ഷെ അവർ വീട് പണിയത്തില്ല. ആ പ്ലാനോട് ഇരുന്ന് ഒരു 10 വർഷം ഇരുന്നാലും പുള്ളി അതിൻ്റെ പുറകെ കണ്ടിന്യൂ ചെയ്യില്ല. അപ്പോൾ അവർക്ക് നോക്കുമ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു സെക്കൻഡ് ഹാൻഡ് വീട് നല്ലതുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റും. ആ വീടിൽ അവർക്ക് മോഡിഫൈ ചെയ്യാനും പറ്റും, എന്തെങ്കിലുമൊക്കെ പുതിയ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാനും ഒക്കെ അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരവരുടെ ജാതകം എടുത്ത ശേഷം വീട് പണിയാൻ ഉള്ള യോഗം കുറവാണെന്നുണ്ടെങ്കിൽ, വീട് വാങ്ങിക്കാനുള്ള യോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ വീട് സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് വാങ്ങിക്കുന്നതാണ് നല്ലത്. പിന്നെ ഈ പഴയ വീട് നമ്മൾ വിലയ്ക്ക് വാങ്ങിക്കുമ്പോൾ ഒരു കുഴപ്പം എന്നറിയോ, ഇപ്പോൾ ഒരുപാട് വീടുകൾ ഇപ്പം സെക്കൻഡ് ഹാൻഡ് വിൽക്കാൻ കിടപ്പുണ്ട്. അപ്പം കാരണം വെച്ചാൽ ഒരു രണ്ടാമതൊരു വീട് വാങ്ങിക്കുമ്പം അതിൽ ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു പന്തികേട് വന്നു, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നുകൊണ്ടാണല്ലോ ഈ ഒരു വീട് വിൽക്കേണ്ടി വരുന്നത്. പഴയ പണ്ടുള്ള പല വീടുകളും നല്ല ഐശ്വര്യമുള്ള വീടുകളുണ്ട്, അതൊന്നും അവർക്ക് വിൽക്കേണ്ട ആവശ്യങ്ങൾ ആർക്കും ഇല്ല. വിൽക്കാനുള്ള പല പ്ലോട്ടുകളിലും പ്രശ്നങ്ങളുള്ളതും ഒക്കെ ആയിരിക്കാം. അപ്പോൾ അത് വാസ്തു ചെയ്യുന്ന ഒരാളെയോ അല്ലെങ്കിൽ ആസ്ട്രോളജി ചെയ്യുന്ന ഒരാൾക്കാരെ കൺസൾട്ട് ചെയ്ത ശേഷം അത് വാങ്ങിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും അവർക്ക് ദോഷമുണ്ടോ, അഥവാ അവർക്ക് ദോഷം ഉണ്ടെങ്കിൽ തന്നെ അതിനെന്തെങ്കിലും പരിഹാരം ചെയ്താൽ മാറും. എന്തെങ്കിലും ചിലപ്പോൾ വാസ്തു സംബന്ധമായിട്ടുള്ള കംപ്ലൈൻറ്റുകൾ മാത്രമല്ല. കാരണം വാസ്തു എന്നുള്ളത് മാത്രമല്ലല്ലോ എല്ലാ വിഷയത്തിൻ്റെ ഒരു അടിസ്ഥാനം. കാരണം ആസ്ട്രോളജി പ്രകാരമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ചിലപ്പോൾ ലാൻഡിൻ്റെ അകത്ത് വിഷയം ഉണ്ടാവും, അല്ലെങ്കിൽ ഉടമസ്ഥൻ്റെ ജാതകത്തിൻ്റെ അകത്ത് പ്രശ്നം കൊണ്ടായി കടം കയറിയായിരിക്കും അയാൾക്ക് വിൽക്കുക. പക്ഷേ ഇതിനൊക്കെ ഒരു ബേസിക് എന്ന് പറയുന്നത് നമ്മൾ ആ വീട്ടിൽ താമസിക്കുമ്പോഴാണോ ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ അത് എന്താണോ ആ വീടിനെ ബാധിച്ചിരിക്കുന്ന ഇഷ്യൂസ്, അത് സോൾവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അടുത്ത ആളെ അത് ബാധിക്കില്ല. ഇതിനകത്ത് എന്താ പറയുക, ഒരു വീടിനകത്ത് ഒരു ഫൈനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടെന്ന് വെച്ചു, അത് ആ വീട്ടിൽ താമസിക്കുന്ന ഗ്രഹനാഥൻ എൻ്റെ താമസിക്കുന്ന സമയത്തേക്ക് സാമ്പത്തികപരമായിട്ട് കടം കയറിയിട്ടുണ്ടെങ്കിൽ ആ വീടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും. അത് വേറൊരു നക്ഷത്രക്കാരൻ വന്ന് ആ വീട് വിലയ്ക്ക് വാങ്ങിച്ചാൽ അത് അയാളെയും വിഷയമായിട്ട് ബാധിക്കും, ഇന്ന ആണെന്നില്ല. അപ്പോൾ അത് വരുമ്പോൾ എന്താ പറയുക, നമ്മുടെ അടുത്ത പിള്ളേരെയും നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം ഇത് ബാധിച്ചു തുടങ്ങും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു വെള്ളം കെട്ട് നിൽക്കുന്നതിൻ്റെ വിഷയമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കിണറിൻ്റെ സ്ഥാനത്തിൻ്റെ വിഷയമായിരിക്കാം, അല്ലെങ്കിൽ ചുറ്റളവിൻ്റെ ഇഷ്യൂസ് ആയിരിക്കാം. അപ്പോൾ അത് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിന് പരിഹാരം ചെയ്ത് കഴിയുമ്പോൾ ആ വിഷയം പൂർണ്ണമായിട്ട് മാറിപ്പോകും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വീട് വാങ്ങിക്കുമ്പം അതിനകത്ത് മെയിനായിട്ട് നോക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ കിച്ചണിൻ്റെ സ്ഥാനമുണ്ട്, ചുറ്റളവ് കറക്റ്റാണോ നോക്കണം. പിന്നെ മിക്കവാറും ബെഡ്റൂമിൻ്റെ അളവുകളൊക്കെ തെറ്റായിരിക്കും. ബെഡ്റൂമിൻ്റെ അളവുകൾ തെറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പൊളിച്ചൊന്നും പണിയാൻ പറ്റില്ല. പക്ഷേ ഫെങ്ഷുയി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ എലമെൻസുകളൊക്കെ വെച്ചിട്ട് അതിനെ എനർജൈസ് ചെയ്തെടുക്കാൻ പറ്റും. അത് ഏത് ചുറ്റളവ് തെറ്റിയ വീടാണെങ്കിലും, ചില ടൗൺ ഏരിയയിലുള്ള വീടുകളോ അല്ലെ ബാംഗ്ലൂർ പോലുള്ള സിറ്റിയിലുള്ള വീടുകളോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം 1 ഇഞ്ച് പോലും മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതിനകത്ത് ഫെങ്ഷുയി അപ്ലൈ ചെയ്തിട്ട് ക്ലിയർ ആക്കി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള റെമഡികൾ ചെയ്ത് നമുക്ക് അതിനുള്ള പരിഹാരമായിട്ട് നമുക്ക് ചെയ്തു പോകും. അപ്പോൾ വീട് സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കണമെങ്കിൽ നമുക്ക് സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കാം. പക്ഷെ അത് നമ്മൾ നല്ലപോലെ നോക്കി നമുക്കത് സൂട്ടാണോ എന്ന് നോക്കി, അതിനകത്ത് എന്തെങ്കിലും വാസ്തു കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കി നല്ല സെലക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത് നമ്മളൊരു വീട് വെക്കാനാണ് പോകുന്നതെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മളൊരു ലാൻഡ് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടെങ്കിൽ പോലും നമ്മളൊരു ലാൻഡ് വാങ്ങിക്കുകയാണെങ്കിലും ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളത് നോക്കണം. എല്ലാ ലാൻഡുകളും ഒന്നും ശുദ്ധമാവണമെന്നില്ല. അപ്പോൾ ഏത് ലാൻഡ് എടുത്താലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. പക്ഷെ അതിൽ നല്ലത് നോക്കി നമ്മൾ സെലക്ട് ചെയ്തെടുത്താലേ നമുക്ക് ഗുണഫലങ്ങൾ കിട്ടുകയുള്ളൂ. എന്നിട്ട് നമ്മൾ വാസ്തു അനുസരിച്ച് ഒരു പ്ലാൻ കറക്റ്റായിട്ട് നോക്കി നല്ലൊരു പണിക്കാരെ ഏൽപ്പിച്ചാൽ നമുക്ക് സുഖകരമായിട്ട് വീട് പണിയാൻ പറ്റും. പിന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വലിയ ലോണുകളൊന്നും എടുത്ത് ചെയ്യാതിരിക്കുന്നില്ല. കാരണം അവരവരുടെ ഒരു കൊക്കിൽ ഒതുങ്ങുന്ന വീടുകൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഒരുപാട് ലോണിലോട്ടൊക്കെ പോയി കഴിയുമ്പോൾ അടയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരുന്നൊരു അവസരമാണെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ, പല ആൾക്കാർ. ഇപ്പോൾ എനിക്ക് പ്ലാൻ വരയ്ക്കുന്ന ആൾക്കാരെല്ലാം ഇതുപോലെ വലിയ ലോണൊക്കെ എടുക്കാൻ എല്ലാവർക്കും പേടിയാണ് ഇപ്പോൾ. അപ്പോൾ വളരെ ആലോചിച്ചിട്ട് അവരവർക്ക് വേണ്ടുന്ന ഒരു രീതിയിലുള്ളൊരു പ്ലാൻ കറക്റ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഈ വലിയ തലവേദനകളൊന്നും വരാതെ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് പോകാം. എനിക്ക് തന്നിരിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ എനിക്കിതേ പറയാനുള്ളൂ. ഈ ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട്